തിരുവല്ല പുളിക്കീഴ് ബിവറേജസ് ഗോഡൌണിലെ തീപിടുത്തത്തിൽ പോലീസ് കേസെടുത്തു. തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്ന് എഫ്ഐആർ പറയുന്നു. വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ജയശങ്കർ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ രാത്രി ഈ പുളിമൂട് നടന്ന തീപിടുത്തത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും അവിടെ മദ്യക്കുപ്പികളും മറ്റും കൂട്ടമായി കിടന്ന് കത്തുന്നുണ്ട്. ചെറിയൊരു തീ ഉള്ളിൽ ഇപ്പോഴും ആളി കത്തുന്ന സാഹചര്യമുള്ളതാണ്. സംസ്ഥാനത്ത് തന്നെ ഈ ട്രാവൻകൂർ ഷുഗർ ഫാക്ടറിയോട് ചേർന്ന് അതീവ സുരക്ഷാ മേഖലയിൽ ഈ സർക്കാർ നടത്തുന്ന ബെപ്കോയുടെ സംഭരണ വിതരണ കേന്ദ്രമാണിത്. ഇവിടെ ജില്ലയിലെ പല ഷോപ്പുകളിലും വിതരണം ചെയ്യേണ്ട, ഔട്ട്ലെറ്റുകളിലും വിതരണം ചെയ്യേണ്ട മദ്യം ഇവിടെ എത്തിക്കും. അതിനുശേഷം ഇവിടുന്ന് സീൽ പതിച്ച ശേഷം ജില്ലയിലെ മറ്റിടങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതാണ് പതിവ്. ഇന്നലെ രാത്രിയും വലിയ തോതിലൊരു സ്റ്റോക്ക് ഇവിടെ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ തീ ആളിപ്പടരുന്നുണ്ട്. അവിടെയൊക്കെ മദ്യക്കുപ്പികൾ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ ലക്ഷങ്ങളെന്ന് പോലീസ് എഫ്ഐആർ പറയുന്നുണ്ടെങ്കിലും കോടികളുടെ നാശനഷ്ടമെന്നാണ് ബെപ്കോയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇതിൽ പ്രതികരണം നടത്തുന്നത്. ഈ തീപിടുത്തം ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു ഷുഗർ ഫാക്ടറി ഉണ്ട്. അവിടെ വലിയ തോതിലുള്ള ആൽക്കഹോൾ കൺസംഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഇടമാണ്. ഒരു തീപ്പൊറി അപ്പുറത്തേക്ക് പോയിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാവുമായിരുന്നു. എന്തായാലും ഈ വലിയൊരു അപകടം ഒരു തലത്തിൽ ഒഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ അപ്പോൾ പോലും ബീവറേജ് കോർപ്പറേഷന് വലിയ തോതിലുള്ള നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അഷിത അട്ടല്ലൂരി ബീവറേജ് CMD ഇന്ന് 10 മണിയോടുകൂടി ഇവിടെ സന്ദർശനം നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഇതിൻ്റെ വ്യാപ്തി ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് എത്തുന്നത്. പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട് ഷോർട്ട് സർക്യൂട്ടോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിലായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതലായിട്ടുള്ള ഒരു കൃത്യത എന്തായാലും വരിക. നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ രാവിലെ മുതൽ കൂടി നിൽക്കുന്നുണ്ട്. കാരണം അവരൊക്കെ സംബന്ധിച്ച് വലിയൊരു ഞെട്ടലാണ്. വലിയൊരു തീപിടുത്തത്തിൻ്റെ വ്യാപ്തിയുണ്ട്. ഒപ്പം തന്നെ വലിയ തോതിൽ മദ്യം കത്തി നശിക്കുന്നു. അത്തരത്തിലൊരു ഞെട്ടൽ ഈ നാട്ടുകാരെ സംബന്ധിച്ചുണ്ട്. എന്തായാലും നാട്ടുകാരുടെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് തേടാം. എന്താ ചേച്ചി ഇന്നലെ രാത്രി സംഭവിച്ചത്? സന്ധ്യ 8:10 ഈ സംഭവം നടന്നത്. ഞങ്ങൾ ഈ കടയിൽ, ഞാൻ ചായക്കട നടത്തുന്ന ഒരു വ്യക്തിയാണ് അന്നേരം എൻ്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തു പോയ ഡ്രൈവർമാരാണ് അവിടെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് അതുങ്ങൾ ഇങ്ങോട്ട് ഓടുന്നത് കണ്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത്. അന്നേരം അതുങ്ങൾ വിളിച്ചു കൂവിക്കൊണ്ട് വരുന്നത് കണ്ടു. അന്നേരം പുക കണ്ടു അവിടെ. പിന്നെ ഞാൻ ഓടി അകത്ത് ചെന്നപ്പോഴാണ് ആ സൈഡിലായിട്ട് ആ പുക മാത്രം നമുക്ക് കാണാം. എന്താ സംഭവിച്ചത് നമുക്കറിയത്തില്ല, എങ്ങനെയാണ് സംഭവം ഉണ്ടായെന്നറിയത്തില്ല. പുറത്ത് ഷുഗർ ഫാക്ടറി ഉണ്ടല്ലോ, തീപിടുത്തം ഒന്ന് കൂടിയിരുന്നെങ്കിൽ അങ്ങോട്ടൊക്കെ പടരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. തീർച്ചയായും സ്പിരിറ്റിൻ്റെ ഇതല്ലേ അകത്ത്, സ്പിരിറ്റിന് ജവാന്റെ ഉൽപ്പാദനമാണല്ലോ ഇവിടുത്തെ. അത് സ്പിരിറ്റിൻ്റെ ഇതുണ്ടെങ്കിലും നമുക്ക് ഇവിടെ എങ്ങും ആർക്കും താമസിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ ഒരു പേടി മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഫയർഫോഴ്സുകാർ ഇത്രയും എത്തിയത് കൊണ്ട് ഞങ്ങളെല്ലാം രക്ഷിച്ചു. അത്രയും. അതായത് SKN വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം അപ്പുറത്ത് ഈ ജവാൻ മദ്യം ഉൾപ്പെടെയാണ് ഈ ട്രാവൻകൂർ ഷുഗർ ഫാക്ടറി നിർമ്മിക്കുന്നത്. അങ്ങോട്ടൊരു തീപ്പൊരി പടർന്നിരുന്നെങ്കിൽ അത് വലിയ ആപത്തിലേക്ക് നയിച്ചിരുന്നു. എന്തായാലും നിലവിൽ ബീവറേജ് കോർപ്പറേഷൻ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അവിടെ മദ്യക്കുപ്പികൾ കിടക്കുന്ന ഭാഗം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ബീവറേജ് കോർപ്പറേഷൻ നടത്തും. ഇന്നെന്തായാലും CMD തന്നെ സ്ഥലത്തെത്തി 10 മണിയോടുകൂടി ഇവിടെ പരിശോധന നടത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസിൻ്റെ പരിശോധനയും ഇന്ന് ആരംഭിക്കും. ആ പരിശോധനയിലായിരിക്കും ഇതിൻ്റെ കാര്യകാരണങ്ങൾ സംബന്ധിച്ചൊരു വ്യക്തതയും കൃത്യതയും ഒക്കെ വരിക. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് കോടികളുടെ നഷ്ടം എന്ന് തന്നെ വേണം ഈ നിമിഷം പറയാൻ. താങ്ക് യു. വി ജയശങ്കറാണ് വിവരങ്ങൾ